മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ കലാകായിക രംഗത്തു മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ കൗമാരകാലത്ത് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ചെയർമാന്റെ അധ്യക്ഷ പ്രസംഗം കൂടി കേട്ടതോടെ കേവലമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സിലബസ് മാത്രം പഠിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് പകരം നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ കേവലമായ പഠന സിലബസുകളോടൊപ്പം ജീവിതത്തിന്റെ പാഠപുസ്തകം വായിക്കാൻ മക്കൾക്ക് അവസരം കൊടുക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളാണ് ഈ മഹനീയമായ കലാലയം എന്ന് മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള അവർ വിദ്യാഭ്യാസ ജീവിതത്തിൽ നേടിയ വലിയ പാഠങ്ങളെ കുറിച്ച് മാത്രമല്ല, ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കപ്പുറത്ത് ഓടിയും കളിച്ചും നേടിയ സമ്മാനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകാൻ, അതുപോലെ ഹൃദയം തകരുന്ന ദുരന്തഘട്ടങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് ദുരന്തബാധിതരെ മുഴുവൻ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്താനും ഒരു സ്കൂളിന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. ഏറ്റവും അവസാനം നടന്ന ചൂരൽമല ദുരന്തം ഉൾപ്പെടെ ചൂരൽമലയുടെ ദുരന്തത്തിൽ ഏതാണ്ട് 1 മാസക്കാലത്തോളം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിൽ ഒരു അംഗമായി ഇവിടെ നിൽക്കേണ്ടി വന്ന ഒരാളാണ്. ആ ദുരന്തത്തിനിടയിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച, ആനന്ദിപ്പിച്ച, ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്ക് വലിയ ആഘാതം നൽകിയ ഒരു സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ അവിടെ വന്നവർ പ്രഖ്യാപിച്ച കിട്ടിയതും കിട്ടാത്തതുമായ തുകകളുടെ വലിപ്പമോ അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന സഹായങ്ങളുടെ നീളമോ വീതിയോ അല്ല. ആ 1 മാസക്കാലം നീണ്ടുനിന്ന് പൂർണ്ണമായും കൽപ്പറ്റ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു വൈകുന്നേരം ഞാൻ പഠിച്ച എൻ്റെ LP സ്കൂളിലെയും ഞാൻ പഠിച്ച എൻ്റെ ഹൈസ്കൂളിലെയും കുട്ടികൾ 280ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ദേശീയതലത്തിൽ സ്ഥാനങ്ങൾ ലഭിച്ച 20ഓളം പേർക്കുള്ള സ്കോളർഷിപ്പ് മന്ത്രി കൈമാറി. സംസ്ഥാന ജില്ലാ സഹോദയ തലത്തിൽ സ്ഥാനങ്ങൾ ലഭിച്ച 250ഓളം പേർക്കുള്ള സ്കോളർഷിപ്പ് VR സുനിൽകുമാർ MLA വിതരണം ചെയ്തു. മാസം തോറും ഈ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സംഖ്യ നൽകുന്നതാണ് പദ്ധതി. ചടങ്ങിൽ വയനാട് ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് 17 ലക്ഷം രൂപ സമാഹരിച്ച വിദ്യാർത്ഥികളെ മന്ത്രി അഭിനന്ദിച്ചു. 2018 വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന 8000 പേർക്ക് 1 കോടി രൂപ ചിലവഴിച്ച് 3 നേരവും ഭക്ഷണം നൽകിയ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റിനെയും മന്ത്രി പ്രത്യേകം സ്മരിച്ചു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജിജി ജോസ്, ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, സ്കൂൾ ലീഡേഴ്സ് ഡിയോൺ തോമസ്, ഷിബു, ഇഷ ഫാത്തിമ മിർസി, ക്ഷേമനിധി ബോർഡ് അധ്യക്ഷൻ VR വസന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു.